ഇതെന്താ നീ വാങ്ങിച്ചോണ്ടിരുന്നേ? വർഷങ്ങളായിട്ടുള്ള എന്റെ മലബന്ധം മാറ്റി തന്നൊരു സീക്രട്ടാ ഇത്. ഇതെങ്ങനെ ഇപ്പൊ മലബന്ധം മാറ്റി തരുന്നേ? വാ ഞാൻ പറഞ്ഞുതരാം. ഇത് വേറെ ഒന്നുമല്ല, ഒന്ന് ഉലുവ, ഓക്കെ, എള്ള്, ഫ്ലാക്സീഡ്, ഈ മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ മലബന്ധം മാറാനുള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ്. അതെങ്ങനെയാ? ഇതിനകത്ത് സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. എന്ന് സോലബിൾ പറഞ്ഞാല് ഫൈബർ വെച്ചാ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന നാരുകൾ. സോലുബിൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ കുടലിൽ എത്തിക്കഴിയുമ്പോൾ കുടലിലുള്ള വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു ജെല്ല് ഫോമിലാവും. ഓക്കെ. നമ്മുടെ വയറിന്റെ ഉള്ളിലെ നല്ല ബാക്ടീരിയകളുടെ ഏറ്റവും നല്ല ഫുഡാണ് ഈ സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജെല്ല് ഫോമിലുള്ള സോലുബിൾ ഫൈബേഴ്സിനെ ഇവർ കഴിച്ചിട്ട് അതിൽ നിന്ന് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും. നമ്മുടെ നല്ല ബാക്ടീരിയ ഗ്രോ ആവാനുള്ള ഏറ്റവും നല്ല ഫാക്ടറാണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ബാക്ടീരിയയും മോഷണം തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ കുടലിന്റെ ചലനത്തിനെ നിയന്ത്രിക്കുന്നത് ഈ നല്ല ബാക്ടീരിയകളാണ്. അപ്പൊ നല്ല ബാക്ടീരിയ കുറഞ്ഞ വ്യക്തികളിൽ എന്തായാലും മലബന്ധത്തിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ ആയത്. ശരിക്കും നാരുകൾ ഏറ്റവും കൂടുതലുള്ളത് പച്ചക്കറിയിലല്ലേ? പച്ചക്കറി കഴിച്ചാ പോരെ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാരുകൾ രണ്ട് തരത്തിലുണ്ട്. വെള്ളത്തില് അലിഞ്ഞു ചേരാത്തവയും എന്ന് പറഞ്ഞാൽ ഇൻസോലബിൾ ഫൈബേഴ്സും സോലബിൾ ഫൈബേഴ്സും. അപ്പം കൂടുതലും ഈ പച്ചക്കറിയിൽ അധികം നാരുള്ളതൊക്കെ ഈ ഇൻസോലബിൾ ഫൈബർ, വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്തവയാണ്. അപ്പൊ അതും വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും അത് നല്ല ബാക്ടീരിയയുടെ ഫുഡായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. ഗുഡ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയുടെ ഫുഡ് എന്ന് പറയുന്നത് ഈ സോലബിൾ ഫൈബേഴ്സാ. ഈ പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും ഈ സോലബിൾ ഫൈബേഴ്സ് പ്രസന്റ് ആണ്. എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയിലെ ആ വഴുവഴുപ്പ് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിലെ വഴുവഴുപ്പൊക്കെ ഇതേ സോലബിൾ ഫൈബർ തന്നെയാണ്. പക്ഷെ അത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഒരു 5% കാണുള്ളൂ. പക്ഷെ ഈ സീഡ്സിന്റെ കവറിൽ ഏകദേശം 20 to 30% ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വെണ്ടയ്ക്ക അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നതിന്റെ ഇരട്ടി ഗുണമായിരിക്കും ഇതിൽ യൂസ് ചെയ്ത്. പൊതുവെ എല്ലാവരും വിചാരിക്കുന്ന പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ നാരുള്ളതെന്ന്. ഇന്ന് ആളുകളിൽ കാണപ്പെടുന്ന മലബന്ധത്തില് 50 to 60% മലബന്ധവും ഈ നല്ല ബാക്ടീരിയ കുറയുന്നത് കൊണ്ട് വരുന്ന മലബന്ധമാണ്. അപ്പൊ അത് കറക്റ്റ് ആവണമെങ്കിൽ ഈ രീതിയിൽ സോലബിൾ ഫൈബേഴ്സ് ചെന്നേ മതിയാവുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെ കഴിക്കേണ്ടത്? ഇത് ഓരോന്നും ഉലുവ 100 ഗ്രാം എടുക്കുക, എള്ള് 100 ഗ്രാം, ഫ്ലാക്സീഡ് 100 ഗ്രാം സമമായിട്ട് പൊടിച്ചു വെക്കുക. എന്നിട്ട് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയില് ഏതെങ്കിലും ജ്യൂസിന്റെ കൂടെയോ അല്ലെങ്കിൽ മോരിന്റെ കൂടെയോ ഈ ഓരോ ടേബിൾ സ്പൂൺ പൊടി രാവിലെയും ഉച്ചയ്ക്ക് രാത്രിക്കും മിക്സ് ചെയ്ത് ജസ്റ്റ് ജ്യൂസ് പോലെ കുടിച്ചാൽ മതി. എന്തായാലും വിതിൻ 2-3 ഡേയ്സിൽ റിസൾട്ട് അറിയാം.